ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കണം. ഏതായിരുന്നു ടോപ്പിക്ക്? ആംഗിൾ ഓൺ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. മലയാളിക്കാർ അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു, അതിൻ്റെ പ്രോബ്ലം ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പോൾ അത് കേൾക്കാത്തവരോ അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവരുടെയും വീഡിയോ കാണണം കേട്ടോ. അതിന് മനസ്സിലാവാത്തവരോ എന്തെങ്കിലും ഡൗട്ടുള്ളവരോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണു. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി. ഏത് അർദ്ധവൃത്തത്തിലെ കോണ്? പി ആണ് സെമി സർക്കിളിലെ ആംഗിൾ അല്ലേ? ഈ പി എന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ആ പി 90 ഡിഗ്രി ആവണമെങ്കിൽ എ ബി എന്താവണം? ഡയമീറ്റർ, ശരിയല്ലേ? അപ്പോൾ ആംഗിൾ എ പി ബി 90 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ പിയുടെ പൊസിഷൻ ഔട്ട്സൈഡിലാണെങ്കിൽ 90യേക്കാൾ എന്തായിരിക്കും? ലെസ്സായിരിക്കും അല്ലേ? പിയുടെ പൊസിഷൻ ഇൻസൈഡിലാണെങ്കിൽ 90യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ പി പുറത്താണെങ്കിൽ 90നേക്കാൾ കുറവ്, ഉള്ളിലാണെങ്കിൽ 90നേക്കാൾ കൂടുതൽ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു തിയറി പാർട്ട് നമുക്കറിയണം. അപ്പോൾ പറയാൻ പോണത് അടുത്ത തിയറി പാർട്ടാണ്. അതിന് വേണ്ടി ഹെഡിങ് കോഡ് ആർക്ക് ആംഗിൾ. കോഡ് ആർക്ക് ആംഗിൾ. മലയാളം മീഡിയക്കാർ ഞാൻ ചാപം കോൺ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തിയറി ടോപ്പിക്ക് നമുക്ക് പഠിക്കാണ്ട്, പിന്നെ ആ തിയറിയുമായി ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്ട്. അപ്പോൾ ആ തിയറി പറയുന്നതിന് മുമ്പ് നമുക്ക് ആ തിയറിക്ക് ആവശ്യമായിട്ടുള്ള വേർഡാണ് സെൻട്രൽ ആംഗിൾ. മലയാളം മീഡിയക്കാർക്ക് കേന്ദ്രകോൺ. അതെന്താണെന്നറിഞ്ഞാലാണ് ഞാൻ പറയുന്ന തിയറി പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്താണെന്ന് നോക്കാം. അത് നോക്കിയതിന് ശേഷം പുതിയ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ നമുക്കറിയാം. സെൻറ്റർ എന്താണ്? O ആണ് സെൻറ്റർ. അപ്പോൾ നമ്മൾ എന്താ പറയാൻ പോണ്? സെൻട്രൽ ആംഗിൾ. എന്താണ് പറയാൻ പോണ്? സെൻട്രൽ ആംഗിൾ. അപ്പോൾ രണ്ട് ആംഗിളിനെ കുറിച്ചാണ് നമുക്ക് ഈ തിയറി പാർട്ടിൽ പഠിക്കാനുള്ളത്. ഒന്ന് സെൻട്രൽ ആംഗിൾ, ഒന്ന് ആംഗിൾ ഓൺ ആർക്ക്. ആംഗിൾ ഓൺ ആർക്ക്. എന്താ ആംഗിൾ ഓൺ ആർക്ക് എന്ന് പറഞ്ഞാൽ? ചാപത്തിലെ കോൺ. ചാപത്തിലെ കോൺ. ഈ രണ്ട് കോണും എന്താണെന്നറിഞ്ഞാലാണ് നമുക്ക് ഇനി പറയാൻ പോണ തിയറി പാർട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏതൊക്കെ രണ്ട് ആംഗിൾ? സെൻട്രൽ ആംഗിളും ആംഗിൾ ഓൺ ആർക്കും. കേന്ദ്രകോണും ചാപത്തിലെ കോണും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കുക, സെൻറ്ററാണ് O എന്ന് പറയുന്നത്, ശരിയല്ലേ? ഞാൻ ഇവിടെ ഫിഗർ വരച്ചു. അങ്ങനെ ഫിഗർ വരച്ചപ്പോൾ എ ബി മാർക്ക് ചെയ്തു ഞാൻ. ഇപ്പം നോക്കിയ സർക്കിള് രണ്ട് ആർക്കായി സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെ രണ്ട് ആർക്ക്? ഒരു സ്മോൾ ആർക്ക് എ ബി, പിന്നെ ഒരു ലാർജ് ആർക്കും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ ലാർജ് ആർക്കിൻ്റെ നെയിം എന്താ വെച്ചാൽ എന്താ പറയുക? എയിൽ സ്റ്റാർട്ട് ചെയ്ത് ആർക്ക് അവസാനിക്കുന്നത് എവിടെയാണ്? ബിയിൽ അല്ലേ? ചാപം. ആർക്കിൻ്റെ മലയാളം പേര് ചാപം എന്നാണ് കേട്ടോ. വൃത്തത്തിൽ എത്ര ചാപങ്ങളുണ്ട്? 2 എണ്ണം. ഒരു ചെറിയ ചാപും ഒരു വലിയ ചാപും. ചെറിയ ചാപം എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നു. വലിയ ചാപും എയിൽ തുടങ്ങി എവിടെ അവസാനിച്ചു? ബിയിൽ അവസാനിച്ചു അല്ലേ? അപ്പോൾ ഈ രണ്ട് ആർക്കിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. അത് കാരണം ലാർജ് ആർക്കിലെ വലിയ ചാപത്തിൽ ഞാനൊരു പേര് കൊടുത്തു, അവിടെ ഇടയിൽ പി ഉണ്ടോ? ഇനി നമുക്ക് പേര് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ചാപത്തിൻ്റെ പേര്, ആർക്കിൻ്റെ പേര് എങ്ങനെയാണ് പറയുക? ചെറിയ ചാപം എ ബി, വലിയ ചാപം എ പി ബി. സ്മോൾ ആർക്ക് എ ബി, ലാർജ് ആർക്ക് എ പി ബി. കിട്ടിയോ? അപ്പോൾ ആർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത് സ്മോൾ ആർക്ക് എ ബി, ഇതോ ലാർജ് ആർക്ക് എ പി ബി. ആ പി എന്നുള്ള നെയിം എന്തിനാണ് കൊടുത്തത്? രണ്ട് ആർക്കിൻ്റെയും പേരുകൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്താണ് സെൻട്രൽ ആംഗിൾ? എന്താണ് കേന്ദ്രകോൺ? അതാണ് പറയാൻ പോണത്. എന്താണ് കേന്ദ്രകോൺ? ഒരു ചാപം അതിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. ഒരാർക്ക്, ആ ആർക്ക് അതിൻ്റെ സെൻറ്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? സെൻട്രൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആർക്ക് ഉണ്ടെന്ന് പറഞ്ഞേ? 2 ആർക്ക്. ഏതാ? എ ബി സ്മോൾ ആർക്ക്, എ പി ബി ലാർജ് ആർക്ക്, ശരിയല്ലേ? അപ്പോൾ ഈ എ ബി എന്ന ആർക്ക് അതിൻ്റെ സെൻറ്ററുമായിട്ട് എന്ത് ഫോം ചെയ്യും? ആംഗിള് ഫോം ചെയ്യും. അപ്പോൾ ഈ ആംഗിള് എന്താണ്? സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. ആരുടെ? എ ബി എന്ന ചെറിയ ചാപത്തിൻ്റെ കേന്ദ്രകോൺ. സ്മോൾ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുള്ള ലാർജ് ആർക്കിനും എന്തുണ്ടാവും? ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാവും. ഏതാ ലാർജ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ? ഇതാണ് ലാർജ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. കിട്ടിയോ? അപ്പോൾ ഈ ആർക്ക് വരയ്ക്കണ പോലെ തന്നെയാണ് എന്ത് മാർക്ക് ചെയ്യുക? സെൻട്രൽ ആംഗിളും മാർക്ക് ചെയ്യുക. ശരിയല്ലേ? ആർക്ക് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, നമ്മൾ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വരച്ചു അല്ലേ? ചെറിയ ആർക്ക് ഇങ്ങനെ വരച്ചു, ചെറിയ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ എത്ര ചാപം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വൃത്തത്തിൽ? 2 ചാപം. ഏതൊക്കെയാ? ചെറിയ ചാപവും വലിയ ചാപവും. കിട്ടിയോ? അപ്പോൾ എത്ര സെൻട്രൽ ആംഗിൾ ഉണ്ട് അവിടെ? എത്ര കേന്ദ്രകോണുണ്ട്? 2 എണ്ണം. ചെറിയ കേന്ദ്രകോണും വലിയ കേന്ദ്രകോണും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സെൻട്രൽ ആംഗിൾ എന്താണെന്നാണ്. സെൻട്രൽ ആംഗിൾ പറയണമെങ്കിൽ എന്ത് വേണം? ആർക്ക് വേണം. കേന്ദ്രകോൺ പറയണമെങ്കിൽ എന്ത് വേണം? ചാപം വേണം. എത്ര ചാപമുണ്ട് വൃത്തത്തിൽ? 2 എണ്ണം. ഒരു ചെറിയ ചാപം AB, വലിയ ചാപം APB. ആ ചാപം അതിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. ആ ആർക്ക് സെൻറ്ററുമായി ഫോം ചെയ്യണ ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ എത്ര സെൻട്രൽ ആംഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ? 2 എണ്ണം. ഒരു സ്മോൾ സെൻട്രൽ ആംഗിളും ഒരു ലാർജ് സെൻട്രൽ ആംഗിളും. കിട്ടിയോ എല്ലാവർക്കും? 2 കേന്ദ്രകോൺ പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ കേന്ദ്രകോൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമ്മളപ്പോൾ സെൻട്രൽ ആംഗിളിനെ കുറിച്ചാണ് പറഞ്ഞത്, കേന്ദ്രകോണിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ട അടുത്ത കോണിൻ്റെ പേരാണ് എന്ത്? ചാപത്തിലെ കോൺ, ആംഗിൾ ഓൺ ആർക്ക്. കണ്ടില്ലേ? അതെന്താ നോക്കാം. ചാപത്തിലെ കോൺ എന്ന് പറഞ്ഞാൽ, ചാപം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തത്തിൻ്റെ ഒരു ഭാഗം. ആർക്ക് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ ഒരു പോർഷൻ. അപ്പോൾ ആ കോൺ എവിടെ ഉണ്ടാവുക? സർക്കിളിൻ്റെ മുകളിലുണ്ടാവുക. ശരിയല്ലേ? നോക്കിക്കേ, ഇവിടെ ഫിഗറിൽ പി എന്നൊരു കോണ് കണ്ടോ? എങ്ങനെയാണ് വരച്ചത്? APB. ഈ കോണ് കിടക്കുന്നത് സർക്കിളിൻ്റെ മുകളിലല്ലേ? ഓൺ ദ സർക്കിൾ അല്ലേ? ഈ ആംഗിളിനെയാണ്, ഈ കോണിനെയാണ് എന്ത് വിളിക്കുക? ചാപത്തിലെ കോൺ. എന്താ വിളിക്കുക? ചാപത്തിലെ കോൺ. കേട്ടല്ലോ? അപ്പോൾ ഈ രണ്ട് കോണുകളും, ഈ 2 ആംഗിൾസും, ഏത് 2 ആംഗിൾസ്? സെൻട്രൽ ആംഗിളും ആംഗിൾ ഓൺ ആർക്കും, കേന്ദ്രകോണും ചാപത്തിലെ കോണും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് 2 കോണും എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക? അത് സെൻറ്ററിലാണ് ഉണ്ടാവുക. ആംഗിൾ ഓൺ ആർക്ക്, ചാപത്തിലെ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ ഉണ്ടാവുക? ചാപത്തിലാണ് ഉണ്ടാവുക. ചാപം എന്ന് പറഞ്ഞാൽ സർക്കിളിലാണ് ഉണ്ടാവുക. കേട്ടല്ലോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് ചാപത്തിലെ കോൺ, ഇതാണ് എന്ത്? കേന്ദ്രകോൺ. ഇനി നോക്കുക, ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കേന്ദ്രകോൺ കണ്ടു എല്ലാവരും? ഈ കേന്ദ്രകോൺ ആരുടെ കേന്ദ്രകോണാണെന്ന് പറഞ്ഞു? 2 ചാപുണ്ട് അല്ലേ? 2 ആർക്കുണ്ട്. ഒരു സ്മോൾ ആർക്ക് AB, ഒരു ലാർജ് ആർക്ക് APB അല്ലേ? ABയുടെ കേന്ദ്രകോണാണ് ഈ ചെറുത്. APB എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ വലുത്. നമ്മൾ ഏതെങ്കിലും ഒരു സെൻട്രൽ ആംഗിൾ എടുക്കുക. ഞാൻ എടുക്കുന്നത് AB എന്ന സ്മോൾ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എടുത്തു. അപ്പോൾ AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ ഇത്. ശരിയല്ലേ? അത് നിങ്ങൾക്ക് ഈ തിയറി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ കേന്ദ്രകോൺ വെറുതെ 100 ഡിഗ്രിന്ന് മാർക്ക് ചെയ്തു, 100 ഡിഗ്രിന്ന് മാർക്ക് ചെയ്തു. കിട്ടിയോ? അപ്പോൾ AB എന്ന ഒരു ആർക്ക് എടുക്കണം, നമ്മൾ ഒരു ചാപ് എടുക്കണം, എന്നാലാണ് ഈ തിയറി പറയാൻ പറ്റുള്ളൂ. തിയറിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. ആ തിയറി അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തിയറി പറയണമെങ്കിൽ ഒരു ചാപം വേണം. ആ ചാപത്തിൻ്റെ കേന്ദ്രകോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏതാ ആർക്ക് കൺസിഡർ ചെയ്യണത്? AB ആണ് ഞാൻ എടുക്കുന്നത്. സർക്കിളിൽ എത്ര ആർക്കുണ്ട്? 2 ആർക്ക്. ഒരു സ്മോൾ ആർക്ക് AB, ഒരു ലാർജ് ആർക്ക് APB. അതിലേത് ആർക്കാണ് തിയറി പറയാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്? ഏത് ചാപം എടുക്കുന്നത്? AB. ഈ AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ നമുക്കറിയാം. ഇതല്ലേ അതിൻ്റെ കേന്ദ്രകോൺ? എത്രയാ? 100 എന്ന് ഞാൻ വെറുതെ മാർക്ക് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ AB എന്ന ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. എന്തായിരിക്കും? പകുതി. ആര്? മറുചാപത്തിലെ കോൺ. അപ്പോൾ ഈ AB എന്ന ചാപത്തിൻ്റെ മറുചാപം എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുള്ള ചാപം. അപ്പോൾ 2 ചാപല്ലേ ഇതിലുള്ളൂ? ഒന്ന് AB, ഒന്ന് APB. അപ്പോൾ ABയുടെ മറുചാപം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയാം. എന്താ ഓപ്പോസിറ്റ് ആർക്ക് പറഞ്ഞാൽ? എതിരെയുള്ളത്. അപ്പോൾ AB എടുക്കുകയാണെങ്കിൽ ABയുടെ ഓപ്പോസിറ്റ് ആർക്ക് ഏതാ? APB. APB എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് ഏതാ? AB. കിട്ടിയോ? അപ്പോൾ AB ആണ് ഞാൻ എടുക്കണ ആർക്ക്. കേട്ടല്ലോ? ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഏത്? ഈ മാർക്ക് ചെയ്തേക്കുന്നത്. കേട്ടോ? അത് ഞാൻ വെറുതെ എത്രയായി കൺസിഡർ ചെയ്തു? 100. അങ്ങനെയാണെങ്കിൽ എന്താ തിയറി പറയണത്? ABയുടെ കേന്ദ്രകോൺ 100 ആണെങ്കിൽ
മറുചാപത്തിലെ എ ബിയുടെ മറുചാപം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് ആയി പോകണം കേട്ടോ. ഇതാണ് മറുചാപം. അതിൻ്റെ ആ മറുചാപത്തിലെ കോൺ, അപ്പോൾ വൃത്തത്തിൻ്റെ മുകളിലുണ്ടാവുക കോണ് ഏതാ കോണ്? പി. അത് എത്ര ഡിഗ്രി ആയിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും. കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും എന്ത്? മറുചാപത്തിലെ കോൺ. അപ്പോൾ ഒന്നും കൂടി മലയാളക്കാർ പറഞ്ഞു നോക്ക്. ഒരു ചാപെടുക്കുക എ ബി. എ ബിയുടെ കേന്ദ്രകോണാണിത്. അപ്പോൾ എന്താ ബന്ധം? ആര് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയണത്? കേന്ദ്രകോണും ചാപത്തിലെ കോണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയണത്. ഇനി എന്താ ബന്ധം? ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ആ ചാപത്തിൻ്റെ മറുചാപത്ത് അല്ലേ, ആ മറുചാപത്തിലെ കോൺ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഈ പി ഇവിടെ എവിടെ വരും കുഴപ്പമില്ല കേട്ടോ. ഈ മറുചാപം കണ്ടോ? ആ മറുചാപത്തിൽ എവിടെ പി വന്നാലും ആ പി എന്ന കോൺ ഈ കേന്ദ്രകോണിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. ഒന്നും കൂടി പറയണു മലയാളം മീഡിയക്കാർക്ക്, ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ 1/4 ഭാഗം പ്രോബ്ലം ചെയ്യണത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? കേന്ദ്രകോണും ചാപത്തിലെ കോണും. ഇനി എന്താ റിലേഷൻ പറ? ആ റിലേഷൻ പറയണമെങ്കിൽ ഒരു ചാപം വേണം. ചാപം ഏതാ? എ ബി. എ ബിയുടെ കേന്ദ്രകോൺ ഇതല്ലേ? ആ കേന്ദ്രകോൺ ഞാൻ വെറുതെ എത്ര എടുത്തു? 100 എടുത്തു. ആ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും എ ബിയുടെ മറുചാപം. എ ബിയുടെ മറുചാപം എന്ന് പറഞ്ഞാൽ ഏതാ? പുറത്തുള്ളത് എ പി ബി. ആ മറുചാപത്തിലെ കോൺ ഏതാ? അവിടെ പി. ആ പി ആരുടെ പകുതിയായിരിക്കും? കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഇനി മലയാളം മീഡിയക്കാർക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർ കേൾക്കൂട്ടോ. ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് പറയണത്? സെൻട്രൽ ആംഗിളും ആംഗിൾ ഓൺ ആർക്കും. കേട്ടോ പറഞ്ഞത്? ഇംഗ്ലീഷ് മീഡിയക്കാരെന്ന് പറഞ്ഞു നോക്കൂ. ആര് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ തിയറി പറയാൻ പോണത്? സെൻട്രൽ ആംഗിൾ, ആംഗിൾ ഓൺ ആർക്ക് അല്ലേ? പക്ഷെ രണ്ട് ആംഗിളും എന്താണെന്ന് ക്ലിയർ ആവണം. സെൻറ്ററിൽ ഉണ്ടാവണ ആംഗിള് സെൻട്രൽ ആംഗിള്. ഇവിടെ എത്ര സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്? 2 എണ്ണം. കാരണം ഇവിടെ എത്ര ആർക്ക് ഉണ്ട്? 2 ആർക്ക്. കിട്ടിയോ? ഇത് രണ്ടുമാണ് സെൻട്രൽ ആംഗിൾ. ഇനി ആംഗിൾ ഓൺ ആർക്ക് പറഞ്ഞ ഇവിടുത്തെ ആംഗിളാ? സർക്കിളിലെ ആംഗിൾ, ഓൺ ദ സർക്കിൾ കേട്ടോ. അപ്പോൾ ഓൺ ദ സർക്കിളിലൊരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടില്ലേ? ഈ ആംഗിളാണ് എന്ത്? ആംഗിൾ ഓൺ ആർക്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. കേൾക്കൂട്ടോ. അപ്പോൾ ആ റിലേഷൻ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ആർക്ക് വേണം. നമ്മുടെ ഫിഗറിൽ എത്ര ആർക്ക് ഉണ്ട്? 2 ആർക്ക്. ഒരെണ്ണം സ്മോൾ ആർക്ക് എ ബി, ഒന്ന് ലാർജ് ആർക്ക് എ പി ബി. ഞാൻ കൺസിഡർ ചെയ്യണ ആർക്ക് സ്മോൾ ആർക്ക് എ ബി ആണ്. ആ എ ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഇതല്ലേ സെൻട്രൽ ആംഗിൾ, അത് ഞാൻ ജസ്റ്റ് 100 ആക്കി കൺസിഡർ ചെയ്തു. കേട്ടോ പറഞ്ഞത്? അപ്പോൾ എ ബി എന്ന ആർക്ക് എടുത്തു, ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എടുത്തു. ആ സെൻട്രൽ ആംഗിൾ എത്ര മാർക്ക് ചെയ്തു? 100 മാർക്ക് ചെയ്തു. ഇനി എന്താ തിയറി പറയുന്നത്? ഈ എ ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും എ ബിയുടെ ഓപ്പോസിറ്റ് ആർക്ക്. എ ബിയുടെ ഓപ്പോസിറ്റ് ആർക്ക് പറഞ്ഞാൽ എ ബിയുടെ പുറത്തുള്ള ആർക്ക്. ഏതാ എ ബിയുടെ പുറത്തുള്ള ആർക്ക്? എ പി ബി. അപ്പോൾ എ ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ. ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ ഏതാ? പി. അപ്പോൾ ഈ പി എന്ന് പറയുന്നത് എ ബിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ 100 എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്ക് പറഞ്ഞാൽ അപ്പം നേരെ ഓപ്പോസിറ്റിലേക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ എ ബിയുടെ സെൻട്രൽ ആംഗിൾ ഇത്, അപ്പോൾ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ ഇത്. ആ ആംഗിൾ ഈ 100ൻ്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഇതാണ് തിയറി. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ തിയറി ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. എന്താ തിയറി പറയുന്നത്? ആംഗിൾ ഓൺ ആർക്ക്, ആർക്കിലെ ആംഗിൾ ഈസ് എന്താണ്? ഹാഫ് ആണ്. ആരുടെ? ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ ആരുടെ? ഓപ്പോസിറ്റ് ആർക്ക് അല്ലേ? ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് എന്ത്? ആർക്കിലെ ആംഗിൾ. ഓർത്ത് വയ്ക്കുക, സെൻട്രൽ ആംഗിൾ ഡബിളാണ്, ആർക്കിലെ ആംഗിൾ ഹാഫാണ്. സെൻട്രൽ ആംഗിൾ ഡബിൾ, ഇരട്ടി. ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളോ ഹാഫാണ്. അപ്പോൾ തിയറി പറഞ്ഞു നോക്കി, ആർക്കിലെ ആംഗിൾ ഹാഫാണ്. ആരുടെ? ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ്. കിട്ടിയോ? അപ്പോൾ ആ തിയറി ഞാൻ എഴുതാൻ പോവാണ്. കേട്ടോ പറഞ്ഞത്? അപ്പോൾ എന്താ മലയാളം മീഡിയക്കാരെന്ന് പറഞ്ഞു നോക്കി, എന്താ തിയറി പറയണ മലയാളം മീഡിയക്കാർ? ഒരു ചാപത്തിൻ്റെ അല്ലേ തിയറിയെ പറയാൻ പോകുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് എന്ത്? മറുചാപത്തിലെ
കോൺ. ശരിയല്ലെന്ന് പറഞ്ഞു നോക്കി. ഇവിടെ കാര്യം ഒരു ചാപം എ ബി കേന്ദ്രകോണിൻ്റെ 100 പകുതിയാണ് 50. ആര്? മറുചാപത്തിലെ കോൺ. ഇത്രയേ ഉള്ളൂ. അതായത് ഫിഗർ നോക്കി പറയുകയാണെങ്കിൽ എന്താ പറയുക? എ പി ബി എന്താണ്? പകുതിയാണ്. ആരുടെ പകുതി? എ ഒ ബി എന്ന കേന്ദ്രകോണിൻ്റെ പകുതി. അപ്പം എന്തെഴുതുക? കോൺ എ പി ബി അല്ലേ? കോൺ എ പി ബി എന്താണ്? പകുതി. പകുതി പറഞ്ഞാൽ ബൈ 2 അല്ലേ? ആരുടെ പകുതി? കേന്ദ്രകോണിൻ്റെ. കേന്ദ്രകോൺ ഏതാ? എ യു ബി. അപ്പോൾ കോൺ എ യു ബിയുടെ പകുതി. കിട്ടിയോ? എ പി ബി എ യു ബിയുടെ പകുതി. ശരിയല്ലേ? ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ പറയുക? ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുമ്പോൾ തിരിച്ചു പറയണം കേട്ടോ. അപ്പോൾ എന്താ പറയുക? ആംഗിൾ ഓൺ ആൻ ആർക്ക് അല്ലേ? ആർക്കിലെ ആംഗിൾ കേട്ടോ. ഈസ് എന്താണ്? ഹാഫ്. എന്താണ്? ഹാഫ്. ഹാഫ് ഓഫ് ദി. ഹാഫാണ് അല്ലേ? ആരുടെ? സെൻട്രൽ ആംഗിൾ ഓഫ്. സെൻട്രൽ ആംഗിൾ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക്. ഉണ്ടോ? ആംഗിൾ ഓൺ ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക്. എന്താണ്? ആർക്കിലെ ആംഗിൾ ഹാഫാണ്. ആരുടെ? സെൻട്രൽ ആംഗിളിൽ. ആരുടെ സെൻട്രൽ ആംഗിൾ? ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. ആംഗിൾ ഓൺ an arc is half of the central angle of opposite arc. കിട്ടിയോ? അവർക്കും ഇതന്നെ. എന്താ? എ പി ബി എന്താണ്? ആരുടെ ഹാഫാണ്? എ യു ബിയുടെ ഹാഫാണ്. കിട്ടിയോ? അപ്പോൾ ഈ തിയറി വൃത്തിയായി മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി തിയറി പഠിക്കുക. കേട്ടല്ലോ? രണ്ടേക്കാരെന്ന് പറഞ്ഞേ, ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. കിട്ടിയോ? ഇംഗ്ലീഷ് മീഡിയക്കാർ ആംഗിൾ ഓൺ ആൻ ആർക്ക്. ആർക്കിലെ ആംഗിൾ ആരുടെ പകുതിയാണ്? സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ്. ആരുടെ സെൻട്രൽ ആംഗിൾ? ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ്. അപ്പോൾ ഈ തിയറി വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ തിയറി ക്ലിയറായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം. കേട്ടല്ലോ പറഞ്ഞത്? അപ്പോൾ ഇന്നടുത്ത തിയറി എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത തിയറിയുമായിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലവുമായിട്ട്, ഈ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. കേട്ടല്ലോ? ഓക്കെ, താങ്ക് യു.